നമസ്കാരം. രാമക്ഷേത്രം പണി അവസാന ഘട്ടത്തിലെത്തുന്നതോടെ കള്ളക്കഥകളും പ്രൊപ്പഗാൻഡകളുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. അയോധ്യയിലേത് ക്ഷേത്രഭൂമിയല്ലെന്നാണ് സുപ്രീം കോടതി വിധി വന്നിട്ടും കഴിഞ്ഞ ദിവസം CPM നേതാവ് എളമരം കരീം പറഞ്ഞത്. എന്നാൽ ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാരിയലക്കുകയാണ് BJP വക്താവ് RB ബാബു. ASA നടത്തിയ ഉത്ഖനനങ്ങൾ 12ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരു നിർമ്മിതി കണ്ടെടുത്തിട്ടുണ്ട്. വലിയ വിസ്തൃതിയുള്ള നിർമ്മിതിയായിരുന്നു അന്ന് അവിടെ നിന്നും കണ്ടെത്തിയ 85 തൂണുകളുടെ അടിസ്ഥാനത്തിൽ നിന്നും മനസ്സിലാക്കാം. 5 വീതം തൂണുകളുള്ള 17 കോളങ്ങളാണിവ. ആർക്കിയോളജിക്കൽ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിലനിന്നിരുന്നത് 12ാം നൂറ്റാണ്ടിലെ ഹൈന്ദവ നിർമ്മിതിയാണ്. പള്ളി പണിയപ്പെട്ടത് അവിടെ നിലനിന്ന നിർമ്മിതിയുടെ മുകളിലും. ഉത്ഖനനങ്ങളിൽ നിന്നും കണ്ടെടുത്ത മകരപ്രണാള 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ കാലത്ത് നിലനിന്നിരുന്ന ഹിന്ദു ആരാധനാലയത്തിൻ്റെതാണ്. ഇതിൽ നിന്നും അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്നത് വ്യക്തമാണ്. പള്ളി പണിതത് രാമൻ ജനിച്ചുവെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്നതിന്റെ തെളിവുകൾ നിരവധിയാണ്. പള്ളിയിരിക്കുന്ന സ്ഥലത്തിനിടയിൽ പുരാതനമായ വൈഷ്ണവ ക്ഷേത്രത്തിന്റെ വലിയ ശേഖരമുണ്ടായിരുന്നു എന്നതിനെ സാധൂകരിക്കുന്ന അനവധി പുരാവസ്തു തെളിവുകൾ കണ്ടെത്തിയിരുന്നു. 1528 മുൻപ് ഇവിടെ ഹിന്ദുക്കൾ ആരാധിച്ചിരുന്നു എന്നതിന്റെ ചരിത്രപരമായ തെളിവുകളും അന്ന് കണ്ടെത്തിയതാണ്. കൂടാതെ സീതാ കി രസോയി, ബേട്ടി എന്നറിയപ്പെടുന്ന തൊട്ടിൽ, രാംചബുത്ര എന്നിവ പള്ളിക്കകത്തുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും കണ്ടെത്തിയിരുന്നു. സിഖ് ഗുരുക്കന്മാർ 1510 തന്നെ അയോധ്യയിൽ ആരാധന നടത്തിയിരുന്നതിന്റെ തെളിവുകൾ അക്ബറിന്റെ കാലത്തെ ഐനി അക്ബറിയുടെ 3 വാല്യങ്ങളിലുള്ള അയോധ്യയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, വില്യം ഫ്രിഞ്ച്, ജോസഫ് ഡിഫാൻഡിലർ എന്നീ വിനോദസഞ്ചാരികളുടെ കുറിപ്പുകളിൽ 1528 ശേഷവും ഹിന്ദുക്കൾ അവിടെ ആരാധിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും കണ്ടെത്തിയിരുന്നു. മിർസാജാൻ എന്ന മുസ്ലിം എഴുത്തുകാരൻ 1856 എഴുതിയ ഹദീതി ഷേബ എന്ന ഗ്രന്ഥത്തിൽ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്ന് പരാമർശിച്ചിട്ടുമുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും പ്രസിദ്ധീകരിച്ച ഗസറ്റുകളിലും അവിടെ ക്ഷേത്രമുണ്ടായിരുന്നതിന്റെയും ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്നതിന്റെയും ഒട്ടനവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ സർക്കാർ രേഖകളിലൊക്കെയുള്ള ജന്മസ്ഥാൻ മസ്ജിദ് എന്ന പരാമർശം 1857 മുതൽ ഔട്ടർ കോർട്ട് യാർഡ് ഹിന്ദുക്കളുടെ സമ്പൂർണ്ണ അവകാശത്തിലായിരുന്നു എന്ന കണ്ടെത്തൽ, ഇന്നർ കോർട്ട് യാർഡ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലെന്ന കണ്ടെത്തൽ ഇവയൊക്കെ ഇതിന്റെ തെളിവ് തന്നെയാണ്. അങ്ങനെ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാമജന്മഭൂമി ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണെന്ന് 5 അംഗ കോടതി ഏകകണ്ഠമായി വിധിച്ചതാണെന്ന് RB ബാബു പറയുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.